പെരുമ്പാവൂർ അനസ് ഉൾപ്പെട്ട കൊട്ടേഷൻ സംഘത്തിന് സിനിമാ ലോകവുമായി ബന്ധമുണ്ടോ? ഷിയാസ് കരീം അനസിന്റെ പങ്കാളിയോ? ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന സംഭവം. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘത്തിൽ 300-ൽ പരം ഗുണ്ടകൾ ഉൾപ്പെടുന്നതായി വെളിപ്പെടുത്തൽ. പൊള്ളാച്ചിയിൽ വെച്ച് എന്ത് കൊട്ടേഷനാണ് നടപ്പാക്കിയത്? പെരുമ്പാവൂർ അനസിനെ ദുബായിലെത്തിച്ചത് ആരാണ്? സിനിമാ സീരിയൽ നടൻ ഷിയാസ് കരീം ഗുണ്ടാ സംഘത്തിന്റെ ഏജന്റാണെന്ന ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കുന്നതിലെ മുഖ്യ കണ്ണിയായ ഔറംഗസേബ് കൊലപാതകം ഉൾപ്പെടെ 32 കേസുകളിൽ പ്രതിയാണ്. അനസിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ഔറംഗസേബിനെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. സിനിമാ മേഖലയിലെ കൂടുതൽ പേർക്ക് അനസുമായി ബന്ധമുള്ളതായും വെളിപ്പെടുത്തൽ. മരട് അനീഷ്, തമ്മനം തുടങ്ങിയ കുപ്രസിദ്ധ ഗുണ്ടകളുമായി ചേർന്ന് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി അധോലോക പ്രവർത്തനങ്ങളാണ് പെരുമ്പാവൂർ അനസിന്റെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് ഔറംഗസേബ് വെളിപ്പെടുത്തിയത്. പെരുമ്പാവൂർ അനസിന്റെ പാസ്പോർട്ട് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകിട്ടിയിരുന്നു. കർണാടകയിൽ നിന്നും വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചാണ് അനസ് ദുബായിലേക്ക് കടന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ദുബായിൽ അനസിനെ പരിചയപ്പെടുത്തിയത് ഷിയാസ് കരീം ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ശ്വേത മേനോൻ, വിനയ് ഫോർട്ട്, മാളവിക മേനോൻ, സ്വാസിക തുടങ്ങിയ സിനിമാ താരങ്ങൾ ദുബായിൽ പെരുമ്പാവൂർ അനസ് ആരംഭിച്ച ബിസിനസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതിനെ കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഒരു ഇവന്റ് കമ്പനിയുടെ ആവശ്യപ്രകാരമാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് സിനിമാ താരമായ വിനയ് ഫോർട്ട് പറയുന്നത്. പെരുമ്പാവൂർ അനസ് എന്ന കൊട്ടേഷൻ നേതാവിനെ കുറിച്ച് അന്വേഷണമൊന്നും നടത്താതെ താരങ്ങൾ കൂട്ടത്തോടെ ഉദ്ഘാടന ചടങ്ങിന് ദുബായിലേക്ക് പോയതിനു പിന്നിൽ ഷിയാസ് ആണെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്തിനായി ദുബായിലെത്തിയ അനസ് കൂടെ ഉണ്ടായിരുന്ന 4 പേരെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും ഔറംഗസേബ് പറഞ്ഞിട്ടുണ്ട്. അനസ് രാജ്യം വിട്ടതിൽ എറണാകുളം റൂറൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലക്കുറ്റം, വധശ്രമം, കൊട്ടേഷൻ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് പെരുമ്പാവൂരിനെതിരെ 2 തവണ കാപ്പ ചുമത്തിയിട്ടുണ്ട്. കേസുകളിൽ അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതിനിടെ അനസ് നേപ്പാൾ വഴി വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നെന്ന് നിരവധി കേസുകളിൽ പ്രതിയായ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത്. പെരുമ്പാവൂരുകാരനായ അനസ് ബംഗളൂരു മേൽവിലാസത്തിൽ നിർമ്മിച്ചെന്ന് ആരോപിക്കുന്ന ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും വ്യാജ പാസ്പോർട്ടും ഔറംഗസേബ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിൽ ഇപ്പോഴും തോക്കുമായി നടക്കുന്ന അനസ് ദുബായിൽ തുടരുന്നത് സ്വർണ്ണക്കടത്ത് ലക്ഷ്യമിട്ടാണെന്നും പുതിയ സ്ഥാപനവും ആളുകളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതാണെന്നും സുഹൃത്ത് പറയുന്നുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘം വീണ്ടും ശക്തി പ്രാപിച്ചത് ആരുടെ തണലിലാണ്? മട്ടാഞ്ചേരി, പെരുമ്പാവൂർ, തമ്മനം, വെണ്ണല, നെട്ടൂർ തുടങ്ങിയ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലെ യുവാക്കളാണ് ഗുണ്ടാ സംഘങ്ങളിൽ ഏറെയും. തൊഴിൽ രഹിതരായ യുവാക്കളെ ലക്ഷ്യമിട്ട് വലിയൊരു സംഘം തന്നെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തും കൊട്ടേഷനുമായി ആഡംബര ജീവിതം നയിക്കാനായി ഇറങ്ങി പുറപ്പെട്ട യുവാക്കളുടെ സംഘം കൊച്ചിയിൽ ദിനംപ്രതി ശക്തരായി മാറുമ്പോഴും പോലീസ് നോക്കുകുത്തികളായി മാറുകയാണ്. ആരാണ് ഇവരുടെ സംരക്ഷകൻ? സിനിമാ മേഖലയിലേക്ക് അന്വേഷണം എത്തുമോ? രാഷ്ട്രീയ നേതാക്കൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടോ? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് പെരുമ്പാവൂർ അനസുമായി ഉയരുന്നത്.